Welcome to Stephen Classes. Today we are going to discuss Part 7 of Principles of Inheritance and Variation. ഈ പാർട്ട് 7 എന്ന ഈ ഭാഗത്ത് നാം പ്രധാനമായും ടി.എച്ച്. മോർഗൻ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും ലിങ്കേജ്, റീകോമ്പിനേഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടി.എച്ച്. മോർഗൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് കടക്കാം. ടി.എച്ച്. മോർഗൻ അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിരിക്കുന്നത് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് ഫ്ലൈയിലാണ്, പഴ ഈച്ചയിലാണ് ടി.എച്ച്. മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിരിക്കുന്നത്. ഫ്രൂട്ട് ഫ്ലൈ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം എന്താണ്? ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് യഥാർത്ഥത്തിൽ ഒരു തെളിവായിരുന്നു. ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് എല്ലാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഓർക്കുക, ടി.എച്ച്. മോർഗൻ അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്നത് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് ഫ്ലൈയിലാണ്. ഒരു തരത്തിൽ ഡൈഹൈബ്രിഡ് ക്രോസസ് ആണ് ടി.എച്ച്. മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നടത്തിയത്. ഡ്രോസോഫിലയെ ഉപയോഗിച്ചുകൊണ്ട് ഡൈഹൈബ്രിഡ് ക്രോസുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡ്രോസോഫിലയെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത്? നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഡ്രോസോഫിലയെ തന്നെ അദ്ദേഹം എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തത്? ഡ്രോസോഫിലയെ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഡ്രോസോഫിലയെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്തത്? ആ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ കാരണം പറയുന്നത് അത് സിന്തറ്റിക് മീഡിയത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നതാണ്. അതായത് ഡ്രോസോഫില ഒരു കൾച്ചർ മീഡിയത്തിൽ ലബോറട്ടറി കണ്ടീഷൻസിൽ വളരെ എളുപ്പത്തിൽ ലബോറട്ടറി കണ്ടീഷനിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ഇൻസെക്റ്റാണ് ഈ പറയുന്ന ഡ്രോസോഫില മെലനോഗാസ്റ്റർ. മറ്റൊരു കാരണമായി പറയുന്നത് ഡ്രോസോഫിലയ്ക്ക് വളരെ ചെറിയ ഒരു ലൈഫ് സൈക്കിളാണുള്ളത്. വെറും 2 ആഴ്ച കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന ഒരു ജീവിയാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. അതുകൊണ്ട് തന്നെ 2 ആഴ്ച മാത്രം എടുക്കുന്ന ലൈഫ് സൈക്കിൾ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ലബോറട്ടറി കണ്ടീഷൻസിൽ നമുക്കിവയെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അതാണ് മറ്റൊരു കാരണമായി പറയുന്നത്. പിന്നീട് ഒരുപാട് പ്രോജനി ഫ്ലൈസ് ഡ്രോസോഫിലയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. പ്രത്യുൽപാദന ശേഷി കൂടുതലുള്ള ഒന്നാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. മറ്റൊരു കാരണം ഇവിടെ സെക്ഷുവൽ ഡൈമോർഫിസം ഉണ്ട് എന്നുള്ളതാണ്. മെയിൽ ഫീമെയിൽ ഡ്രോസോഫിലയെ തിരിച്ചറിയുവാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. പൂർണ്ണമായ ഒരു സെക്ഷുവൽ ഡൈമോർഫിസം, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ദേ ആർ മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ്. അതാണ് മറ്റൊരു കാരണമായി നമ്മളിവിടെ പറയുന്നത്. വേറൊരു കാരണം ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻസ്, പാരമ്പര്യ വ്യതിയാനങ്ങൾ ഒരുപാട് കണ്ടുവരുന്നു. അതും ലോ പവർ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒബ്സർവ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹെറിഡിറ്ററി വേരിയേഷൻസ് ഒരുപാട് കണ്ടുവരുന്ന ഒരു ജീവിയാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. അതായത് അതിൻ്റെ ബോഡി കളറായാലും വിങ് സൈസ് ആയാലും ഐ കളറായാലും ചെറിയ തോതിലുള്ള വേരിയേഷൻസ്, ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വേരിയേഷൻസ് വളരെ എളുപ്പത്തിൽ ലോ പവർ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ ജനറ്റിക് എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് കാരണം. ടി.എച്ച്. മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകളെല്ലാം നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന ഡ്രോസോഫില മെലനോഗാസ്റ്ററിലാണ്. നോക്കൂ, ഇത് അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയാണ്. ടി.എച്ച്. മോർഗൻ അദ്ദേഹം എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ലബോറട്ടറിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പഴക്കൊല അവിടെ കാണുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ പഴ ഈച്ച എന്ന് ഇതിനെ കോമൺ നെയിമിൽ അറിയപ്പെടുന്നതിൻ്റെ കാരണം തന്നെ വളരെയധികമായിട്ട് പഴുത്ത് ചീഞ്ഞ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതിൽ വരുന്ന ഈ ചെറിയ ഈച്ചകളെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ആ ഈച്ച അതിൽ മുട്ടയിട്ട് അതിൻ്റെ ലാർവയും പ്യൂപ്പയും ഒക്കെ ആയിട്ട് മാറുന്നു. പിന്നെ അത് അഡൾട്ടായി കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ലൈഫ് സൈക്കിൾ വളരെ എളുപ്പത്തിൽ ഈ തരത്തിലെ പഴത്തിലെല്ലാം അതിൻ്റെ ലൈഫ് സൈക്കിൾ 2 ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ഇൻസെക്റ്റാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ടി.എച്ച്. മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് യഥാർത്ഥത്തിൽ ഡ്രോസോഫിലയിൽ നടത്തിയപ്പോൾ അത് ഡൈഹൈബ്രിഡ് ക്രോസസ് ആയിരുന്നു അദ്ദേഹം നടത്തിയത്. മാത്രമല്ല അദ്ദേഹം പരിഗണിച്ച ഈ ജീനുകൾ സെക്സ് ലിങ്ക്ഡ് ആയിരുന്നു. ഈ ജീനുകളുടെ എല്ലാം ലൊക്കേഷൻ സെക്സ് ക്രോമോസോംസിലായിരുന്നു, അഥവാ എക്സ് ക്രോമോസോമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രോസസ് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് കണ്ടക്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു.
അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ്, ഗ്രിഗർ മെൻഡൽ നടത്തിയ ഡൈഹൈബ്രിഡ് ക്രോസിന് സമാനമായ ക്രോസ് ആണ് അദ്ദേഹം ഡ്രോസോഫിലയിൽ നടത്തിയത്. മറ്റൊരു കാര്യം, അദ്ദേഹം പഠനവിധേയമാക്കിയ ജീനുകളെല്ലാം തന്നെ സെക്സ് ലിങ്ക്ഡ് ആയിരുന്നു, അഥവാ സെക്സ് ക്രോമോസോമിലായിരുന്നു. യഥാർത്ഥത്തിൽ സെക്സ് ക്രോമോസോംസ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ക്രോമോസോം ആൻഡ് വൈ ക്രോമോസോം നാം പരിഗണിക്കുന്നുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ എക്സ് ക്രോമോസോമിൽ തന്നെയായിരുന്നു അദ്ദേഹം പരിഗണിച്ച ജീനുകൾ. അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വിധേയമാക്കിയ ജീനുകളെല്ലാം എക്സ് ക്രോമോസോമിലായിരുന്നു അവയുടെ ലൊക്കേഷൻ. അതുകൊണ്ട് സെക്സ് ലിങ്ക്ഡ് ആയിരുന്നു അദ്ദേഹം സ്റ്റഡി ചെയ്ത ജീനുകളെല്ലാം തന്നെ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. എക്സ് ക്രോമോസോമിലാണ് അദ്ദേഹം പരീക്ഷണ വിധേയമാക്കിയ ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. He observed that when two genes in a dihybrid cross situated on the same chromosome, the proportion of the parental gene combinations were much higher than non-parental type. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ മനസ്സിലാക്കിയത്, അദ്ദേഹം പഠനവിധേയമാക്കിയ ഈ ജീനുകൾ ഒരേ ക്രോമോസോമിലാണെങ്കിൽ, അവ ഒരേ ക്രോമോസോമിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുമ്പോൾ പലപ്പോഴും പാരൻ്റൽ കോമ്പിനേഷൻസ് ആണ് പ്രോജനിയിൽ കൂടുതലായി കണ്ടുവരുന്നത്. നോൺ പാരൻ്റൽ കോമ്പിനേഷനേക്കാൾ പാരൻ്റൽ കോമ്പിനേഷൻ, പാരൻസിൻ്റെ അതേ ക്യാരക്ടേഴ്സ് ഉള്ള പ്രോജനിയുടെ പ്രൊപ്പോർഷനാണ് കൂടുതലായി അദ്ദേഹം കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻസ് were much higher than non-parental type when he conducted the dihybrid cross. Okay, so the genes were located on എക്സ് ക്രോമോസോം. അത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അദ്ദേഹത്തിൻ്റെ ക്രോസിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. അദ്ദേഹം ഒരു മെയിൽ ഡ്രോസോഫിലയെ ഒരു ഫീമെയിൽ ഡ്രോസോഫിലയായിട്ട് ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്ത ഫീമെയിൽ ആൻഡ് മെയിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ആ ക്രോസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. He crossed the yellow-bodied, white-eyed female with brown-bodied, red-eyed male. അപ്പോൾ ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് ബോഡി കളർ, മറ്റൊന്ന് ഐ കളർ. ബോഡി കളർ നോക്കുമ്പോൾ ഇവിടെ യെല്ലോ ബോഡി കളറുമുണ്ട്, ബ്രൗൺ ബോഡി കളറുമുണ്ട്. യെല്ലോ ബോഡി കളർ ആൻഡ് ബ്രൗൺ ബോഡി കളർ, ഇവയിൽ ബ്രൗൺ ബോഡി കളർ ഡോമിനൻ്റ് ആണ്, യെല്ലോ ബോഡി കളർ റെസസീവ് ആണ്. അതേസമയം ഐ കളർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രോസോഫിലയിൽ ഐ കളർ നാം പരിഗണിച്ചാൽ അവിടെ റെഡ് ഐ കളറുണ്ട്, വൈറ്റ് ഐ കളറുണ്ട്. അതിൽ റെഡ് ഐഡ് ആയിട്ടുള്ളവയാണ് അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. റെഡ് ഐ കളർ ഡോമിനൻറ്റും എന്നാൽ വൈറ്റ് ഐ കളർ റെസസീവുമാണ്. സോ ഐ റിപ്പീറ്റ്, ബോഡി കളറിൽ ബ്രൗൺ ബോഡി കളർ ഈസ് ഡോമിനൻ്റ് ഓവർ യെല്ലോ ബോഡി കളർ. ആൻഡ് ഐ കളർ നമ്മൾ പരിഗണിച്ചാൽ അതിൽ റെഡ് ഐ കളർ ഈസ് ഡോമിനൻ്റ് ഓവർ വൈറ്റ് ഐ കളർ. സോ ഹി ക്രോസ്ഡ് റെസസീവ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഫീമെയിലിനെയാണ് മെയിലായിട്ട്, ഡോമിനൻ്റ് ക്യാരക്ടറുള്ള ഒരു മെയിലായിട്ട് അദ്ദേഹം ക്രോസ് ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ക്രോസിൽ ഫീമെയിൽസ് വേർ യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ്, റെസസീവ് ക്യാരക്ടറാണ് അല്ലേ. സോ ഫീമെയിൽസ് വേർ യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ്, വെറാസ് ദ മെയിൽസ് വേർ ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐഡ്. മെയിൽ ഡ്രോസോഫില ബ്രൗൺ ബോഡീഡും റെഡ് ഐഡുമാണ്. അതായത് അത് ഡോമിനൻറ്റ് ഫീനോടൈപ്പാണ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡോമിനൻറ്റ് ഫീനോടൈപ്പ് എക്സിബിറ്റ് ചെയ്യുന്നവയെ വൈൽഡ് ടൈപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്ത ഡോമിനൻറ്റ് ഫീനോടൈപ്പ് കാണിക്കുന്ന ഡ്രോസോഫിലയെ പറയുന്നത് വൈൽഡ് ടൈപ്പ് വെറൈറ്റി എന്നാണ്. ഇനി F1 ജനറേഷൻ കിട്ടിയതിന് ശേഷം പലപ്പോഴും നിങ്ങൾക്കറിയാം F2 ജനറേഷൻ എങ്ങനെയാണ് ലഭ്യമാകുക. F1നെ ഇൻ്റർ ക്രോസ് ചെയ്ത് അങ്ങനെയാണ് F2 ജനറേഷൻ ലഭ്യമായത്. F1നെ ഇൻ്റർ ക്രോസ് ചെയ്താൽ എന്ത് ലഭിക്കുന്നു? F2 ജനറേഷൻ ലഭിക്കുന്നു. ക്രോസിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറയട്ടെ. നിങ്ങൾക്കറിയാം ഡൈഹൈബ്രിഡ് ക്രോസിൽ F2 ജനറേഷൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. F2 ജനറേഷൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്? എപ്പോഴും 9:3:3:1 ആണ് അല്ലേ. പക്ഷേ ഈ പർട്ടിക്കുലർ ഫീനോടൈപ്പിക് റേഷ്യോ, ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോയിൽ നിന്ന് വേരിയേഷൻ അദ്ദേഹം ഒബ്സർവ് ചെയ്തു എന്നതാണ് ഇവിടെ പ്രത്യേകത. സോ ഹി ഒബ്സർവ്ഡ് ദാറ്റ് ദ ടു ജീൻസ് ഡിഡ് നോട്ട് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് ആ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന ആ ഒരു ഫിനോമിന ഇവിടെ ശരിയായ രീതിയിൽ നടക്കുന്നതായി അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല.
ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അത് ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ പ്രക്രിയയും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഇവിടെ ഒബേ ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ പ്രോപ്പറായിട്ട് അത്തരത്തിലുള്ള ഒരു സെഗ്രിഗേഷൻ അസോർട്ട്മെൻറ്റ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ F2 ജനറേഷൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ ഇറ്റ് ഡീവിയേറ്റഡ് സിഗ്നിഫിക്കൻ്റ്ലി ഫ്രം the ratio of 9:3:3:1. അതായത് 9:3:3:1 എന്ന ആ ഫിനോടൈപ്പിക് റേഷ്യോയിൽ നിന്ന് തീർത്തും ഒരു വ്യതിയാനം ഇവിടെ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നതാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നാം എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കുക. അദ്ദേഹം സെലക്ട് ചെയ്ത ഫീമെയിൽസ് എങ്ങനെയുള്ളതായിരുന്നു? ഫീമെയിൽസ് were yellow bodied and white eyed and males were വൈൽഡ് ടൈപ്പ്. മെയിൽസ് എല്ലാം വൈൽഡ് ടൈപ്പ് ആയിരുന്നു. ബ്രൗൺ ബോഡീഡും റെഡ് ഐഡും ആയിരുന്നു. എന്താണ് വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അവ ഡോമിനൻറ്റ് ഫീനോടൈപ്പ് കാണിക്കുന്നവയായിരുന്നു. അപ്പോൾ ഫീമെയിൽസ് റെസസീവ് ഫീനോടൈപ്പിലുള്ളതും യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡും, എന്നാൽ മെയിൽസ് ബ്രൗൺ ബോഡീഡും റെഡ് ഐഡുമായിരുന്നു. ഓക്കെ, നമുക്ക് ഇത് വ്യക്തമാക്കിയാൽ മാത്രമേ ഇനി ഡയഗ്രത്തിലേക്ക് പോകുന്നതിൽ പ്രസക്തിയുള്ളൂ. ഇതുവരെ പഠിച്ചത് വ്യക്തമാണെങ്കിൽ നമുക്കിനി അദ്ദേഹത്തിൻ്റെ ക്രോസിലേക്കും ആ ഡയഗ്രത്തിലേക്കും നമുക്ക് കടക്കാം. ഓക്കെ, ഡയഗ്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ക്രോസിനെ ക്രോസ് എ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനുശേഷം മറ്റൊരു ക്രോസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ക്രോസ് ബി. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈ ക്രോസ് എ ആണ്. അപ്പോൾ ക്രോസ് എയിൽ പാരൻസ് എങ്ങനെയുള്ളതായിരുന്നു? ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. ഫീമെയിൽസ് were yellow bodied and white eyed. Females were yellow bodied and white eyed and males were brown bodied and red eyed. ഇവിടെ ഒരു ഫീമെയിലും ഒരു മെയിലും അവിടെ വളരെ വ്യക്തമായി അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫീമെയിൽ ക്രോമോസോം കോമ്പിനേഷൻ നിങ്ങൾ പരിശോധിക്കൂ. എക്സ് ക്രോമോസോമിലാണ് ഈ പർട്ടിക്കുലർ ജീൻസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മുൻപേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫീമെയിലിലെ 2 എക്സ് ക്രോമോസോംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫീമെയിലുള്ള 2 എക്സ് ക്രോമോസോം. ആ എക്സ് ക്രോമോസോംസിൽ YW എന്ന് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ബോഡി കളറിൻ്റെയും ഐ കളറിൻ്റെയും അലേൽസ് ആണ്, ആ ജീനുകളാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ Y stands for the yellow body color and W stands for the white eye color. അപ്പോൾ ബോഡി കളറിൻ്റെയും ഐ കളറിൻ്റെയും ജീൻസ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. 2 എക്സ് ക്രോമോസോം ആണല്ലോ ഫീമെയിലിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2 എക്സ് ക്രോമോസോമിലും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ അലീൽസ് അവിടെ ഉണ്ടായിരിക്കും, YW. ഓക്കെ, സോ നമുക്കിതിനെ വേണമെങ്കിൽ YYWW എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അത്തരത്തിൽ നമുക്ക് എഴുതി റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി ഈ മെയിൽ ഇൻഡിവിജ്വൽ അതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് നാം കടക്കുന്നു. മെയിൽ ഇൻഡിവിജ്വൽ ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മെയിലിൽ എങ്ങനെയാണ്? ഒരു മെയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ് ക്രോമോസോമും ഒരു Y ക്രോമോസോമുമാണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഒരു എക്സ് ക്രോമോസോമാണ്. ഇത് താഴെയുള്ളത് ആ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? അത് Y ക്രോമോസോമാണ്. Y ക്രോമോസോമിൽ ഇവിടെ ഇതിൻ്റെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ജീൻ അവിടെയില്ല. ക്യാരക്ടേഴ്സിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന ആ ജീനുകൾ ഉള്ളത് എക്സ് ക്രോമോസോമിലാണ്. അപ്പോൾ എക്സ് ക്രോമോസോമിൽ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? Y+W+ എന്നാണ്, അല്ലേ? എന്താണ് ഈ Y+W+ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ഡോമിനൻറ്റ് ഫീനോടൈപ്പാണ്. ഓക്കെ, അപ്പോൾ Y+ എന്ന് പറയുമ്പോൾ അവിടെ ബോഡി കളർ ബ്രൗൺ ബോഡി കളറാണ്. ഓക്കെ, ഇനി W+ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ കളറിൻ്റെ കാര്യത്തിൽ അവിടെ ഡോമിനൻ്റ് ആണ്. അതായത് W+ എന്ന് പറയുമ്പോൾ ഐ കളർ ഈസ് റെഡ് ഐ കളറാണ് W+ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Y+ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൗൺ ബോഡി കളറാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ Y എന്ന് മാത്രം എഴുതുമ്പോൾ അത് യെല്ലോ ബോഡി കളറും, W എന്ന് മാത്രം എഴുതുമ്പോൾ അത് വൈറ്റ് ഐ കളറും, എന്നാൽ Y+W+ എന്നൊക്കെ എഴുതുമ്പോൾ അത് ഡോമിനൻറ്റ് ഫിനോടൈപ്പാണ്. അതായത് ബോഡി കളറിനെ പ്രതിനിധാനം ചെയ്യുന്ന Y+ എന്ന് പറയുമ്പോൾ അത് ബ്രൗൺ ബോഡി കളറും, എന്നാൽ W+ എന്ന് പറയുമ്പോൾ അത് ഐ കളറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. W+ എന്ന് പറയുമ്പോൾ അത് റെഡ് ഐ കളറും ആണ് അവിടെ യഥാർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ മെയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയിൽ വൈൽഡ് ടൈപ്പ് വെറൈറ്റിയാണ്, ഡോമിനൻറ്റ് ഫിനോടൈപ്പ് എക്സിബിറ്റ് ചെയ്യുന്നു. അതായത് ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐഡ് ആയിട്ടുള്ള മെയിലാണ്. മെയിൽസ് ആർ ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐഡ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് F1 ജനറേഷൻ അവിടെ കിട്ടുന്നു.
ഈ പാരൻസിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? F1 ജനറേഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയാം ഈ പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റും ഈ പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സും നാം പരിഗണിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരേ തരം ഗമീറ്റുകളായിരിക്കും അല്ലേ? അതിനെല്ലാം ഉണ്ടായിരിക്കുക Y ഉണ്ടാവും W ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പാരന്റിൽ നിന്നാണെങ്കിൽ രണ്ട് തരം ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ ഇൻഡിവിജ്വൽ വിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് ഗമീറ്റ്സ്. അതായത് ചില ഗമീറ്റുകളിൽ X ക്രോമോസോമും ചില ഗമീറ്റുകളിൽ Y ക്രോമോസോമുമാണ് അടങ്ങിയിരിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫ്യൂഷൻ, ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന F1 ജനറേഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? സപ്പോസ് ഈ ഒരു X ക്രോമോസോമും ഈ X ക്രോമോസോമും തമ്മിൽ ഫ്യൂസ് ചെയ്താൽ, ഈ രണ്ട് X ക്രോമോസോമും കൂടെ ചേർന്നാൽ അപ്പോൾ ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അപ്രകാരം ഉണ്ടാകുന്ന ഫീമെയിൽ ഇൻഡിവിജ്വൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അതായത് YW ആൻഡ് Y+W+. മനസ്സിലായോ അത്? അതായത് എങ്ങനെയാണ് ഈ ഇൻഡിവിജ്വലിലുള്ള, അതായത് ഈ ഫീമെയിലിലെ X ക്രോമോസോമും ഈ മെയിലിലെ X ക്രോമോസോമും തമ്മിൽ ഫ്യൂസ് ചെയ്തു, ആ രണ്ട് ഗമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തു, അപ്പോൾ ഉണ്ടായ ഇൻഡിവിജ്വലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ X ക്രോമോസോമും ഈ Y ക്രോമോസോമും തമ്മിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലോ അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ എഴുതി പോകുമ്പോൾ എങ്ങനെയാണ്? എപ്പോഴെങ്കിലും പ്ലസ് സൈൻ വരുമ്പോൾ അത് ഡോമിനേറ്റിംഗ് ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് Y+W+ എന്ന് പറയുമ്പോൾ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡും ആണ്. എപ്പോഴും ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് വരുമ്പോൾ അത് വൈൽഡ് ടൈപ്പ് എന്നാണ് നാം വിശേഷിപ്പിക്കുക. അപ്പോൾ ഈ ഫീമെയിൽസ് എല്ലാം എന്തായിരിക്കും? വൈൽഡ് ടൈപ്പാണ്. അതായത് ഫീമെയിൽസ് ഇവിടെ ബ്രൗൺ ബോഡീഡും റെഡ് ഐഡും ആയിട്ട് വന്നു, കാരണം Y+ഉം W+ഉം. ഇനി ഇതിൽ നോക്കൂ, ഇവിടെ ഉണ്ടാകുന്ന ഈ മെയിലിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ഈ മെയിലിൽ ഒരു X ക്രോമോസോമും ഒരു Y ക്രോമോസോമുമാണ് ഉള്ളത്. ഈ X ക്രോമോസോമിന് Yയും W ജീൻസ് ആണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് യെല്ലോ ബോഡി കളറും വൈറ്റ് ഐ കളറുമാണ്. അപ്പോൾ യെല്ലോ വൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, അത്തരത്തിലുള്ള മെയിൽ ഇൻഡിവിജ്വൽസ് ആണ് അവിടെ F1 ജനറേഷന് കിട്ടുക. അപ്പോൾ F1 ജനറേഷന് ലഭ്യമാകുന്ന ഫീമെയിൽ മെയിൽ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും അവിടെ പോസിബിൾ ആകുക. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരത്തിൽ ലഭ്യമാകുന്ന F1-ലുള്ള ഇത്തരത്തിൽ ലഭ്യമാകുന്ന ഇൻഡിവിജ്വൽസിനെ ഇന്റർ ക്രോസ് ചെയ്താൽ, അതായത് ഇവിടെ ഒരു ഫീമെയിൽ നമുക്ക് കിട്ടി, ഇവിടെ ഒരു മെയിലും ഉണ്ട് അല്ലേ? ഈ ഫീമെയിൽ ആൻഡ് മെയിൽ ഇവയെ ഇന്റർ ക്രോസ് ചെയ്താൽ, F1 ജനറേഷനെ ഇന്റർ ക്രോസ് ചെയ്യുക വഴി നമുക്ക് ലഭ്യമാകുന്നതാണ് F2 ജനറേഷൻ. അപ്പോൾ എങ്ങനെയാണ് F2 ജനറേഷൻ ലഭ്യമാകുക? F1-നെ ഇന്റർ ക്രോസ് ചെയ്താൽ മതി. F1-നെ ഇന്റർ ക്രോസ് ചെയ്താലാണ് നമുക്ക് F2 ജനറേഷൻ ലഭ്യമാകുക. ഇനി നാം F2 ജനറേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ F2 ജനറേഷൻ്റെ പാരൻസ് ആണ് യഥാർത്ഥത്തിൽ ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത F2 ജനറേഷൻ ലഭ്യമാകുന്നതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഓർക്കുക, ക്രോസ് എയിലെ ആ സിമ്പിൾസ് ഒരിക്കലും നിങ്ങൾ മറന്നു കളയരുത്. അതായത് ഹിയർ ദ ഡോമിനന്റ് വൈൽഡ് ടൈപ്പ് അലീൽസ് ആർ റെപ്രസെന്റഡ് ബൈ പ്ലസ് സൈൻ ഇൻ ദ സൂപ്പർസ്ക്രിപ്റ്റ്. സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് പ്ലസ് സൈൻ കൊടുക്കുമ്പോൾ അവ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡോമിനന്റ് ഫിനോടൈപ്പ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ ദ റിസൾട്ട്സ് ഓഫ് ദ 2 ഹൈബ്രിഡ് ക്രോസസ് കണ്ടക്റ്റഡ് ബൈ മോർഗൻ നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന ക്രോസ് എയും ഉണ്ട്, ക്രോസ് ബിയും ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ക്രോസ് എയിൽ രണ്ട് ജീനുകളെയാണ് നാം പരിഗണിക്കുന്നത്, Y ജീനും W ജീനും. ഈ Y ജീൻ എന്ന് പറയുമ്പോൾ അത് ബോഡി കളറിനെയും, എന്നാൽ W ജീൻ എന്ന് പറയുമ്പോൾ അത് ഐ കളറിനെയുമാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ഇവിടെ ഈ രണ്ട് ജീനുകൾ തമ്മിൽ വളരെ അടുത്തടുത്താണ്. നിങ്ങൾ ആ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഈ Y ജീൻ ആണെങ്കിലും W ജീൻ ആണെങ്കിലും വളരെ അടുത്തടുത്താണ്. ഒരേ ക്രോമോസോമിൽ അടുത്തടുത്തുള്ള ജീനുകൾ തമ്മിലുള്ള ആ ബന്ധം, ആ ഫിസിക്കൽ അസോസിയേഷനെ നാം എപ്പോഴും സൂചിപ്പിക്കുക ലിങ്കേജ് എന്നാണ്. ലിങ്കേജ് എന്നാണ് അതിനെ നാം വിളിക്കുക. അപ്പോൾ ഇവിടെ ഒരു ലിങ്കേജ് ഉണ്ട്, ഈ YW ജീനുകൾ തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വസ്തുത ഇവിടെ ലിങ്കേജ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് Y ജീനും W ജീനും തമ്മിൽ വളരെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു അസോസിയേഷൻ ഉണ്ട്. ആ ഫിസിക്കൽ അസോസിയേഷനെ, ഒരേ ക്രോമോസോമിൽ അടുത്തടുത്തുള്ള ജീനുകൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഫിസിക്കൽ അസോസിയേഷനെ നാം വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. അതുപോലെ തന്നെ ഇനി F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ പാരൻ്റൽ ആയിട്ടുള്ള വെറൈറ്റീസും ഉണ്ടാകും, നോൺ പാരൻ്റൽ വെറൈറ്റീസും ഉണ്ടാകും. പാരൻ്റൽ വെറൈറ്റീസും നോൺ പാരൻ്റൽ വെറൈറ്റീസും ഉണ്ടാകും. ഈ നോൺ പാരൻ്റൽ ആയിട്ടുള്ള വെറൈറ്റികളെ നാം
പറയുന്നത് റീകോമ്പിനേഷൻ വെറൈറ്റി അല്ലെങ്കിൽ റീകോമ്പിനൻസ് എന്നാണ്. അപ്പോൾ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻസിനെയാണ് നാം റീകോമ്പിനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ പദങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഒന്ന് ലിങ്കേജ്, മറ്റൊന്ന് റീകോമ്പിനേഷൻ. എന്താണ് ലിങ്കേജ്? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ദ ടു ജീൻസ്. രണ്ട് ജീൻസ് തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷൻ. ഇവിടെ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വസ്തുത, ഇവിടെ ലിങ്കേജ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതായത് വൈ ജീൻ, ബോഡി കളറിൻ്റെ ജീനാണ് വൈ ജീൻ. അതുപോലെ തന്നെ W എന്ന് പറയുമ്പോൾ അത് ഐ കളറിൻ്റെ ജീനാണ്. ഇവ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ, ഒരു ഫിസിക്കൽ അസോസിയേഷൻ ഉണ്ട്. അതാണ് ഇവിടെ ലിങ്കേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം F2 ജനറേഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് ഒരുപാട് കാണുവാൻ സാധിക്കും. നാം F2 ജനറേഷൻ പഠിക്കാൻ പോവുകയാണ്. അത്തരത്തിൽ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് വരുമ്പോൾ അപ്പോഴാണ് നാം പറയുക അവിടെ റീകോമ്പിനേഷൻ ഉണ്ട് എന്ന് പറയുക. നോൺ പാരൻ്റൽ ആയിട്ടുള്ള ഈ കോമ്പിനേഷൻ, അതിന് കാരണം എന്താണ്? അല്ലെങ്കിൽ റീകോമ്പിനേഷന് കാരണം എന്താണ്? റീകോമ്പിനേഷന് കാരണമാകുന്നത് ക്രോസിംഗ് ഓവർ എന്ന പ്രതിഭാസമാണ്. ക്രോസിംഗ് ഓവർ ഒന്ന് വ്യക്തമാക്കാം. ഹോമലോഗസ് ക്രോമോസോംസ് ഇവിടെ അലൈൻ ചെയ്യുന്നതായി ഇവിടെ കാണാം. അടുത്തടുത്തായി അലൈൻ ചെയ്യുന്ന ഈ രണ്ട് ഹോമലോഗസ് പെയർ ഓഫ് ക്രോമോസോംസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ക്രോമോസോംസ് അവ ഒരു ക്രോസിംഗ് ഓവറിന് വിധേയമാകുന്നു. ഈ ക്രോസിംഗ് ഓവറിന് വിധേയമാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവയുടെ ക്രൊമാറ്റിഡ്സിൻ്റെ ഓരോ പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ബ്ലൂ ക്രൊമാറ്റിഡിൻ്റെ ഒരു പോർഷൻ ഈ റെഡ് ക്രോമോസോമിലേക്കും, റെഡ് ക്രോമോസോമിൻ്റെ ഒരു ക്രൊമാറ്റിഡിൻ്റെ ഒരു പോർഷൻ ഈ ബ്ലൂ ക്രോമോസോമിലേക്കും വന്നു ചേരുന്നു. അപ്പോൾ അതുവഴി ഫോം ചെയ്യുന്ന ആ ഹോമലോഗസ് പെയർ ഓഫ് ക്രോമോസോംസിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ രണ്ട് ക്രൊമാറ്റിഡ്സും എന്താണ്, ആ രണ്ട് ക്രൊമാറ്റിഡ്സും അവിടെ ചേഞ്ച് വന്നിട്ടില്ല. ചേഞ്ച് വരാത്തവയെ നോൺ റീകോമ്പിനൻ്റ് ക്രൊമാറ്റിഡ്സ് എന്നും, എന്നാൽ ചേഞ്ച് വന്ന ക്രൊമാറ്റിഡ് ഉണ്ട് അല്ലേ, ആ ചേഞ്ച് വന്ന ക്രൊമാറ്റിഡ്സിനെ നമുക്ക് റീകോമ്പിനൻ്റ് ക്രൊമാറ്റിഡ്സ് എന്നും നമുക്കിവിടെ സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ റീകോമ്പിനൻസും അതുപോലെ തന്നെ നോൺ റീകോമ്പിനൻസും അങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ക്രോസിംഗ് ഓവർ മുഖേനയാണ് അവിടെ അത് സാധ്യമാകുക. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഇവിടെ ജീനുകൾ അവിടെ നെയിം ചെയ്തിരിക്കുന്നു. ക്യാപിറ്റൽ A-B-C ജീനുകളാണ് ഈ ഹോമലോഗസ് പെയർ ക്രോമോസോമിലുള്ളത്. ഇതിലാണെങ്കിൽ സ്മോൾ a-b-c എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള അലീൽസ് ആണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രോസിംഗ് ഓവർ നടക്കുക വഴി അവിടെ സംഭവിക്കുന്നത് ഈ എക്സ്ചേഞ്ച്, ക്രൊമാറ്റിഡുകളുടെ ഓരോ ഭാഗങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയും അതുവഴി പുതിയ കോമ്പിനേഷൻ അവിടെ ഉണ്ടാകുകയും ചെയ്തു. അതായത് ആദ്യമുണ്ടായിരുന്ന പാരൻ്റൽ കോമ്പിനേഷൻസ് എന്തായിരുന്നു? ക്യാപിറ്റൽ A-B-C അല്ലെങ്കിൽ സ്മോൾ a-b-c എന്ന കോമ്പിനേഷൻസ്, അവയാണ് പാരൻ്റൽ എന്ന് പറയുമെങ്കിൽ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ക്യാപിറ്റൽ A-B ആൻഡ് സ്മോൾ c. അതുപോലെ അതേസമയം സ്മോൾ a-b ആൻഡ് ക്യാപിറ്റൽ C. അപ്പോഴാണ് അത് നോൺ പാരൻ്റൽ ആകുന്നത്. അതായത് പാരൻസിനില്ലാത്ത ഒരു പുതിയ കോമ്പിനേഷൻ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ പാരൻസിനില്ലാത്ത ഒരു പുതിയ കോമ്പിനേഷൻ, നോൺ പാരൻ്റൽ കോമ്പിനേഷൻ ഫോം ചെയ്യപ്പെടുന്നത് ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയ മുഖേനയാണ്. പലപ്പോഴും മിയോസിസ് സമയത്ത് ഇത്തരത്തിലുള്ള ക്രോസിംഗ് ഓവറിന് വിധേയമാകുക വഴി നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് അവിടെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു വസ്തുത, ജീനുകൾ തമ്മിൽ അടുത്തടുത്തിരുന്നാൽ അവയുടെ ഫിസിക്കൽ അസോസിയേഷൻ കൂടുകയും ലിങ്കേജ് കൂടുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ലിങ്കേജ് കൂടുന്നത് വഴി റീകോമ്പിനേഷൻ്റെ ചാൻസസ് അവിടെ കുറയുന്നു. അപ്പോൾ ലിങ്കേജ് കൂടിയാൽ റീകോമ്പിനേഷൻ കുറയുന്നതായും, എന്നാൽ ലിങ്കേജ് കുറഞ്ഞാലോ ജീനുകൾ വളരെ അകലെയാണെങ്കിലോ അവിടെ റീകോമ്പിനേഷൻ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് വസ്തുതയും, ലിങ്കേജ് ആയാലും റീകോമ്പിനേഷൻ ആയാലും, ഇവ പരസ്പരം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുന്നു, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. അതായത് ലിങ്കേജ് കൂടിയാൽ റീകോമ്പിനേഷൻ കുറയും, ലിങ്കേജ് കുറഞ്ഞാൽ റീകോമ്പിനേഷൻ കൂടും എന്നതാണ് നാം ഇവിടെ പഠിക്കേണ്ട വസ്തുത. നമുക്ക് വീണ്ടും അതേ ക്രോസിലേക്ക് നമുക്ക് മടങ്ങി വരാം. TH മോർഗൻ അദ്ദേഹത്തിൻ്റെ ക്രോസ് ഞാൻ പറഞ്ഞു, F1 ജനറേഷൻ ലഭിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി അടുത്തതായി നാം പറയാൻ പോകുന്നത് F2 ജനറേഷൻ്റെ കാര്യത്തിലേക്കാണ്. അപ്പോഴാണ് നാം നേരത്തെ പറഞ്ഞ
ഇപ്പോൾ സൂചിപ്പിച്ച റീകോമ്പിനൻസിൻ്റെയും നോൺ റീകോമ്പിനൻസിൻ്റെയും പ്രസക്തി നാം മനസ്സിലാക്കാൻ പോകുന്നത്. അഥവാ പാരൻ്റൽ കോമ്പിനേഷനും നോൺ പാരൻ്റൽ കോമ്പിനേഷൻസിൻ്റെയും പ്രസക്തി നാം തിരിച്ചറിയാൻ പോകുന്നത് ഇനിയാണ്. ഇനി നാം ചെയ്യാൻ പോകുന്നത് F1 ജനറേഷനെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇൻ്റർക്രോസ് ചെയ്യുന്നു. നോക്കൂ, F1 ജനറേഷനെ ഇൻ്റർക്രോസ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് F1 ജനറേഷൻ. അതിനെ ഇൻ്റർക്രോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ F1 ജനറേഷനിൽ ഫീമെയിൽസ് എങ്ങനെയുള്ളതാണ്? വൈൽഡ് ടൈപ്പ് ഫീമെയിൽസ് ആണ്. വൈൽഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ബ്രൗൺ ബോഡീഡും റെഡ് ഐഡും ആയിട്ടുള്ള ഫീമെയിൽസ് ആണ്. എന്താ കാരണം? Y+ഉം W+ഉം ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് Y+W+ എന്നീ രണ്ട് അലീൽസ് അവിടെ ഉള്ളത് കൊണ്ടാണ് അവ വൈൽഡ് ടൈപ്പായിട്ട് നിലനിൽക്കുന്നത്. ഇനി അതിനെ എന്തായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്? മെയിൽ ഇൻഡിവിജ്വൽസ് എങ്ങനെയുള്ളതാണ്? മെയിൽ ഇൻഡിവിജ്വൽസ് യെല്ലോ വൈറ്റ് ആണ്, അതായത് YW ആണ്. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെറൈറ്റീസ് ആണ് F2 പ്രോജനിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ F2 പ്രോജനി ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കൂ, F2 പ്രോജനി അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ആദ്യം നമുക്ക് ഈ Y ക്രോമോസോമുമായിട്ടുള്ള വ്യത്യസ്തമായ കോമ്പിനേഷൻസ് നമുക്ക് ആദ്യം റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. അതാണ് ആദ്യത്തെ ടേബിളിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ടേബിളിൽ ഈ Y ക്രോമോസോമിനെ അങ്ങോട്ടേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. കണ്ടോ? ആദ്യം മെയിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഫോർമേഷനാണ് നാം ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ Y ക്രോമോസോമാണ് നാം ഇവിടെ എല്ലാം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ടേബിളിൽ. അതിൻ്റെ കൂടെ പാരൻ്റൽ ആയിട്ടുള്ള ഈ രണ്ട് ക്രോമോസോംസ് വന്നാലുള്ള സിറ്റുവേഷനാണ് നാം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു X ക്രോമോസോം YW എന്ന രീതിയിലുള്ള ഒരു X ക്രോമോസോം, മറ്റേതാണെങ്കിലോ Y+W+. അപ്പോൾ അവ ചേരുകയാണെങ്കിൽ ഏതെല്ലാം ഫിനോടൈപ്പുകളാണ് അവിടെ ലഭ്യമാകുക എന്നെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ അതേസമയം ഒരു ക്രോസിംഗ് ഓവർ നടന്നു എന്ന് കരുതുക. ഒരു ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ Y എന്നുള്ളത് താഴേക്കും ഈ Y+ എന്നുള്ളത് മുകളിലേക്കും പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആകുന്നു. അപ്പോൾ പുതിയൊരു കോമ്പിനേഷൻ അവിടെ ഉണ്ടാകും. എന്താണ് കോമ്പിനേഷൻ? Y+W. Y+W എന്നുള്ളത് ഒരു പുതിയ കോമ്പിനേഷൻ. അതുപോലെ തന്നെ YW+ എന്നുള്ളത് പുതിയൊരു കോമ്പിനേഷനാണ്. അതൊരു റീകോമിനൻ്റ് ടൈപ്പാണ്, അതൊരു നോൺ പാരൻ്റൽ ടൈപ്പാണ്. അങ്ങനെയുള്ള റീകോമിനൻ്റ് ടൈപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, Y+W ആൻഡ് YW+. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അലീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു. കാരണം അവിടെ ക്രോസിംഗ് ഓവർ നടന്നു. ഈ Y+ മുകളിലേക്കും ഈ Y താഴേക്കും വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? Y+W അതുപോലെ തന്നെ YW+ഉം വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, Y+W YW+ഉം. മനസ്സിലായോ? അപ്പോൾ ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് എന്താണ്? റീകോമ്പിനൻ്റ് വെറൈറ്റിയാണ്. അതിൻ്റെ ഫിനോടൈപ്പുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ഫിനോടൈപ്പ് എന്തായിരിക്കും? ഇത് ബ്രൗൺ ബോഡീഡ് ആണ്, പക്ഷേ വൈറ്റ് ഐഡാണ്. ബ്രൗൺ ബോഡീഡും വൈറ്റ് ഐഡും, അതാണ് ഇവിടെ വൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇതാണെങ്കിലോ യെല്ലോ ബോഡീഡും റെഡ് ഐഡുമാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, യെല്ലോ ബോഡി കളറാണ് എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, എപ്പോഴാണ് വൈൽഡ് എന്ന് എഴുതുക? വൈൽഡ് എന്ന് എഴുതുന്നത് രണ്ട് കാര്യത്തിലും ഡോമിനൻ്റ് ആകുമ്പോഴാണ് അവിടെ വൈൽഡ് എന്ന് നാം അവിടെ സൂചിപ്പിക്കേണ്ടി വരിക. ഇനി നമുക്ക് താഴെ ഭാഗത്തുള്ള ഈ ടേബിളിലേക്ക് നമുക്ക് വരാം. ഈ താഴെ ഭാഗത്തുള്ള ടേബിളിൽ നിങ്ങൾക്കറിയാം എല്ലാം ഫീമെയിൽസിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ മെയിൽ ഇൻഡിവിജ്വലിൻ്റെ ഈ X ക്രോമോസോമായിട്ടാണ് അവിടെ ഗമീറ്റ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മെയിൽ ഇൻഡിവിജ്വലിൻ്റെ X ക്രോമോസോമായിട്ടാണ് അവിടെ ജോയിനിങ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതെല്ലാം ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അപ്പോൾ ഈ ഫീമെയിൽ ഇൻഡിവിജ്വൽസിൽ ആദ്യം വീണ്ടും നാം ഇടതുഭാഗത്ത് പരിഗണിക്കുന്നത് പാരൻ്റൽ കോമ്പിനേഷൻസ് ആണ്. അതായത് പാരൻ്റൽ ക്രോമോസോംസ് നേരിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴുള്ള സ്ഥിതി നാം മനസ്സിലാക്കുന്നു. അതായത് ഇവിടെ ഈ X ക്രോമോസോമിന് എന്താണ് സിറ്റുവേഷൻ? YW. ഈ YW എന്ന ഈ ക്രോമോസോമിനെ YW ക്രോമോസോമാണ് ഇവിടെ എല്ലാം അവിടുത്തെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ YW, ഇവിടെയും YW എഴുതി. ഇനി ഈ രണ്ട് ക്രോമോസോമുകൾക്ക് അടുത്ത് പാരൻ്റൽ ആയിട്ടുള്ള ഈ ക്രോമോസോമുകൾ നമ്മളവിടെ അലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് സപ്പോസ് ഈ ക്രോമോസോമാണ് വന്നു ചേരുന്നതെങ്കിൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, YW പിന്നെയും YW. ഇനി YWവിൻ്റെ കൂടെ Y+W+ഉം വരാം. ഈ YWവിൻ്റെ കൂടെ
ഈ എക്സ് ക്രോമോസോം കമ്പൈൻ ചെയ്ത് വരാമല്ലോ. അപ്പോൾ ഇത് രണ്ടുമാണ് പരസ്പരം ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതാണ് നാം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പാരൻ്റൽ കോമ്പിനേഷൻസ് ആണ്. യാതൊരു തരത്തിലും അവിടെ ക്രോസിംഗ് ഓവർ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇനി ക്രോസിംഗ് ഓവർ പരിഗണിച്ചാലോ? ക്രോസിംഗ് ഓവർ പരിഗണിക്കുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഈ വൈ അലീൽ ഈ വൈ പ്ലസ് അലീലുമായിട്ട് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ പരിഗണിക്കണം. അതായത് പുതിയ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വൈ പ്ലസ് ഡബ്ല്യു അതുപോലെ തന്നെ വൈ ഡബ്ല്യു പ്ലസും വരും. വൈ പ്ലസ് ഡബ്ല്യുവും വൈ ഡബ്ല്യു പ്ലസും. ദാ ഇവിടെ നോക്കൂ, വൈ ഡബ്ല്യു പ്ലസും വൈ പ്ലസ് ഡബ്ല്യു, അത് പുതിയ കോമ്പിനേഷനാണ്. അതൊരു നോൺ പാരൻ്റൽ വെറൈറ്റിയാണ്. നോൺ പാരൻ്റൽ ആയിട്ടുള്ള ഫീമെയിൽസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് പാരൻ്റൽ ആയിട്ടുള്ള ഫീമെയിൽസ് ആണ്. അപ്പോൾ ഈ ടേബിളിൽ മുഴുവൻ മെയിലും ഈ ടേബിളിൽ മുഴുവൻ പോസിബിൾ ആയിട്ടുള്ള ഫീമെയിൽസിനെയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഈ സൈഡിൽ എഴുതിയത് മുഴുവൻ പാരൻ്റൽ ടൈപ്സും ഈ സൈഡിൽ എഴുതിയത് മുഴുവൻ നോൺ പാരൻ്റൽ ടൈപ്പ് അല്ലെങ്കിൽ റീകോമിനൻ്റ് ടൈപ്പ് ആണ്. നോൺ പാരൻ്റലിനെ പറയുന്ന മറ്റൊരു പേരാണ് റീകോമിനൻ്റ് ടൈപ്പ്. ഇവിടെ റീകോമ്പിനൻസ് 1.3% ആണ്. അതായത് പുതിയ കോമ്പിനേഷൻസ് അവിടെ ഉണ്ടായിരിക്കുന്നത് 1.3% ആണ്. നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് 1.3% ആണ്. ബാക്കിയുള്ളവയാണ് പാരൻ്റൽ കോമ്പിനേഷൻ. അതായത് 98.7%ഉം പാരൻ്റൽ കോമ്പിനേഷൻ ആണ്. എന്നാൽ റീകോമ്പിനൻസ് അഥവാ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് ഇവിടെ 1.3% ആണ്. എന്തുകൊണ്ടാണ് ഈ 1.3% മാത്രമായി അത് അവശേഷിച്ചത്? അതിന് കാരണം ഇവിടെ ലിങ്കേജ് കൂടുതലാണ്. ഈ രണ്ട് ജീനുകൾ തമ്മിൽ, അതായത് വൈ ഡബ്ല്യു, ഈ ബോഡി കളറിൻ്റെയും അതുപോലെ തന്നെ ഐ കളറിൻ്റെയും ഈ രണ്ട് ജീനുകൾ തമ്മിൽ അവിടെ ലിങ്കേജ് കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ റീകോമ്പിനൻസ് അതിൻ്റെ പെർസെൻറ്റേജ്, റീകോമ്പിനൻസിൻ്റെ ഫ്രീക്വൻസി അവിടെ കുറഞ്ഞത്. 1.3% മാത്രമാണ് ഇവിടെ റീകോമ്പിനൻസ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, അടുത്തതായി നിങ്ങൾക്ക് മോർഗൻ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം. മോർഗൻ ഫൗണ്ട് ദാറ്റ് ദ ജീൻസ് വൈറ്റ് ആൻഡ് യെല്ലോ വെർ ടൈറ്റ്ലി ലിങ്ക്ഡ്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഈ ജീനുകൾ ബോഡി കളറിൻ്റെ ആയാലും അതുപോലെ തന്നെ ഐ കളറിൻ്റെ ആയാലും, സോ വൈറ്റ് ആൻഡ് യെല്ലോ, ദീസ് ടു ജീൻസ് ആർ ടൈറ്റ്ലി ലിങ്ക്ഡ്. അത് വളരെ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് 1.3% വന്നത്, അഥവാ റീകോമ്പിനൻസ് 1.3% വന്നത്. എന്നാൽ മറ്റു രണ്ട് ജീനുകൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പരിഗണിച്ചിട്ടുണ്ട്, അതായത് ക്രോസ് ബി. അപ്പോൾ ക്രോസ് ബി നാം ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നുണ്ട്. ക്രോസ് ബിയിൽ അവിടെ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് അഥവാ റീകോമ്പിനൻസ് അവിടെ 37.2% ആണ്. ഈ 37.2% വരുവാനായിട്ട് കാരണം അവിടെ ലിങ്കേജ് കുറഞ്ഞതാണ് അതിന് കാരണം, അഥവാ ആ ജീനുകൾ തമ്മിൽ അകലം കൂടിയതാണ്. ആ ജീനുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ലോക്കസുകൾ തമ്മിൽ ഉള്ള അകലം വർദ്ധിച്ചതാണ് അവിടെ കാരണം. അപ്പോൾ അവിടെ ലിങ്കേജ്, രണ്ടാമത്തെ ക്രോസിൽ ലിങ്കേജ് കുറവും, എന്നാൽ റീകോമ്പിനൻസിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ അവിടെ കൂടുതലാണ് നേരത്തെ പഠിച്ചതിനേക്കാൾ. അതായത് ഇപ്പോഴത് ക്രോസ് ബിയിൽ 37.2% ആണ് റീകോമ്പിനൻസ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്ക് വീണ്ടും ആ ഡെഫിനിഷനിലേക്ക് കടക്കാം. അപ്പോൾ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ദ ടു ജീൻസ്. രണ്ട് ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷന് പറയുന്ന പേരാണ് ലിങ്കേജ്. എന്നാൽ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻസ്, അതിനെയാണ് നാം പറയുന്നത് റീകോമ്പിനൻസ് എന്ന്. അപ്പോൾ റീകോമ്പിനേഷൻ എന്ന ആ പ്രതിഭാസം, ഇറ്റ് ഈസ് ജനറേഷൻ ഓഫ് നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻസ്. ക്രോസിംഗ് ഓവർ മുഖേനയാണ് പലപ്പോഴും ഇത്തരത്തിൽ റീകോമ്പിനൻസ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അടുത്തതായി നമുക്ക് ക്രോസ് ബിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ഐ കളറും അതുപോലെ തന്നെ വിങ് സൈസുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ ഐ കളർ എന്ന് പറയുമ്പോൾ അവിടെ ഡബ്ല്യു, അതുപോലെ തന്നെ വിങ് സൈസ് എന്ന് പറയുമ്പോൾ എം എന്ന രണ്ട് ജീനുകളാണ് ഇവിടെ പരിഗണിക്കുന്നത്, ഡബ്ല്യു ആൻഡ് എം. ഓക്കെ, ഡബ്ല്യു പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ റെഡ് ഐഡും, എന്നാൽ എം പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ വിങ് സൈസ് ലാർജുമാണ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ
WM എന്ന് പറയുമ്പോൾ അവിടെ വൈറ്റ് ഐഡ് ആൻഡ് മീനിയേച്ചർ വിങ്സ്, വൈറ്റ് ഐഡും മീനിയേച്ചർ വിങ്സുമായിട്ടുള്ള ഫീമെയിൽസ് ആണ് അവിടെ സെലക്ട് ചെയ്തത്. എന്നാൽ ഇതിന് ഓപ്പോസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ഡോമിനൻറ്റ് ക്യാരക്ടർ കാണിക്കുന്ന മെയിൽ ഇൻഡിവിജ്വൽസ് ആണ് അവിടെ പാരൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാരൻസ് ഫീമെയിലും മെയിലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അവിടെ എന്ത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു? F1 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പോസിബിലിറ്റീസ് നിങ്ങൾക്കറിയാം, ഈ WM ആയിട്ടുള്ള ഈ X ക്രോമോസോമും ഈ Y ക്രോമോസോമും കൂടെ ചേർന്നാൽ മെയിൽ ഇൻഡിവിജ്വൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ X ക്രോമോസോമും ഈ X ക്രോമോസോമും തമ്മിൽ ജോയിൻ ചെയ്താൽ അവിടെ മറ്റൊരു ഫീമെയിൽ ഇൻഡിവിജ്വൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫീമെയിൽ ഇൻഡിവിജ്വൽ അത് വൈൽഡ് ടൈപ്പ് ആയിരിക്കും, കാരണം അവിടെ W+ഉം M+ഉം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വൈൽഡ് ടൈപ്പ് ക്യാരക്ടർ കാണിക്കുന്നതാണ്. അപ്പോൾ വൈൽഡ് ടൈപ്പ് ഓഫ് ഫീമെയിലും വൈറ്റ് മീനിയേച്ചർ ആയിട്ടുള്ള മെയിലുമാണ് അവിടെ F1 ജനറേഷനിൽ കിട്ടുന്നത്. ഇവ തമ്മിൽ ഇൻ്റർക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ലഭ്യമാകുക? F2 ജനറേഷൻ. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് കിടക്കാം. F2 ജനറേഷൻ ലഭ്യമാകുന്ന ആ സ്ലൈഡിൽ നേരത്തെ നാം ക്രോസ് എയിൽ കണ്ട പോലെ തന്നെ ഇൻ്റർക്രോസ് ചെയ്ത് വഴി നമുക്കവിടെ F2 ജനറേഷൻ അവിടെ കിട്ടുന്നു. ഇൻ്റർക്രോസ് ചെയ്ത് എല്ലാ പോസിബിലിറ്റിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ആദ്യത്തെ ടേബിളിൽ മെയിൽ ഇൻഡിവിജ്വൽസിനെയും രണ്ടാമത്തെ ടേബിളിൽ ഫീമെയിൽ ഇൻഡിവിജ്വൽസിൻ്റെ പോസിബിലിറ്റിയുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇടതുഭാഗത്ത് കാണിച്ചിരിക്കുന്നതെല്ലാം പാരൻ്റൽ ടൈപ്സ് ആണ്. അതായത് ക്രോസിംഗ് ഓവർ ഇല്ലാതെ പാരൻ്റൽ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് നാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചതെങ്കിൽ, എന്നാൽ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നോൺ പാരൻ്റൽ വെറൈറ്റീസ് ആണ്. അഥവാ ക്രോസിംഗ് ഓവർ വഴി ഉണ്ടാകുന്ന റീകോമ്പിനൻ്റ് ടൈപ്പുകളാണ് വലത് ഭാഗത്ത് നാം കാണിച്ചിരിക്കുന്നത്, ഈ ഭാഗത്ത് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പെർസെൻറ്റേജ് നോക്കൂ. ഇവിടെ പെർസെൻറ്റേജ് റീകോമ്പിനൻ്റ് ടൈപ്പിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 37.2. അപ്പോൾ 37.2 ഫ്രീക്വൻസിയിലാണ് അവിടെ റീകോമ്പിനൻസിനെ കാണുവാൻ സാധിക്കുന്നത്. ഇതിന് കാരണം ഇവിടെ ലിങ്കേജ് കുറവാണ്, ജീനുകൾ തമ്മിൽ അകലം കൂടുതലാണ്. അതായത് WM എന്നീ രണ്ട് ജീനുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടിയപ്പോൾ അവിടെ ലിങ്കേജ് കുറഞ്ഞു. ലിങ്കേജ് കുറഞ്ഞപ്പോൾ റീകോമ്പിനൻസ് കൂടി. അപ്പോൾ റീകോമ്പിനൻസിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു. ലിങ്കേജ് കുറയുമ്പോൾ റീകോമ്പിനൻസിൻ്റെ ഫ്രീക്വൻസി അവിടെ വർദ്ധിക്കുന്നു. ജീനുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്തോറും റീകോമ്പിനൻറ്റ് ടൈപ്സിൻ്റെ ഫ്രീക്വൻസി അവിടെ വർദ്ധിക്കുന്നതായിട്ട് കാണാം എന്ന് നമുക്ക് ഈ ക്രോസ് ബിയിലൂടെയും നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് വളരെ കുറച്ച് നാളത്തേക്ക് TH മോർഗൻ്റെ ഒരു സ്റ്റുഡൻ്റായി അവിടെ വിസിറ്റ് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം ഈ മോർഗൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ കുറച്ചും കൂടെ കടന്ന് അദ്ദേഹം ജീൻ മാപ്പുകളൊക്കെ രൂപം കൊടുത്തു. എന്താണ് ജീൻ മാപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതായത് ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനൻസ്, റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്ക് ജീൻസിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ, ഓരോ ക്രോമോസോമിലും അതിൻ്റെ ലൊക്കേഷൻ, ഓരോ ക്രോമോസോമിലും ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അവയുടെ റീകോമ്പിനൻറ്റ് ഫ്രീക്വൻസിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും എന്ന കാര്യം കൊണ്ടുവന്ന ഒരു ഐഡിയ കൊണ്ടുവന്ന വ്യക്തിയാണ് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ്. സോ ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് he studied the gene frequency. He studied about the recombinant frequency between gene pairs on the same chromosome, and he took it as a measure of distance between genes. Recombinant frequency ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസുമായിട്ടുള്ള റിലേഷൻ കൊണ്ടുവന്ന് അത്തരത്തിൽ ജീൻ മാപ്പിംഗ്, ഓരോ ക്രോമോസോമിലും ജീൻ മാപ്പിംഗ് നടത്തിയ വ്യക്തിയാണ്, സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ്. അപ്പോൾ ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റിൻ്റെ പ്രസക്തിയും നിങ്ങളിവിടെ മനസ്സിലാക്കണം. ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് വാസ് എ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വർക്കിംഗ് ഇൻ മോർഗൻസ് ലാബ് ആസ് എ പാർട്ട് ടൈം ജോബ് ആയിരുന്നു 1911. അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ് പ്രകാരം the farther apart two genes are on a chromosome, the more likely they are to be separated by crossing over. അതായത് രണ്ട് ജീനുകൾ തമ്മിൽ എത്ര കണ്ട് അകലുന്നുവോ അത്ര കണ്ട് ചാൻസ് കൂടുതലാണ് ക്രോസിംഗ് ഓവറിന് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സോ how often linked genes are separated can be used to produce a map of distance between genes. അതായത് ലിങ്ക്ഡ് ജീൻസിൻ്റെ
വ്യക്തമായി പഠിച്ചുകൊണ്ട്, റീകോമ്പിനൻറ്റ് ഫ്രീക്വൻസീസ് പഠിച്ചുകൊണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ഇൻ എ ക്രോമോസോം വ്യക്തമായി മാപ്പ് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ മാപ്പിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ജീൻ മാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജീൻ മാപ്സ് പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് സ്റ്റുവർട്ട് വെൻറ്റ്. ഓക്കെ, ഹി വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് T.H. മോർഗൻ. സോ ഇന്ന് ഈ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു? T.H. മോർഗൻ അദ്ദേഹം നടത്തിയ ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന ഫ്രൂട്ട് ഫ്ലൈയിൽ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും, തുടർന്ന് ലിങ്കേജ്, റീകോമ്പിനേഷൻ എന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചുമാണ് നാം പഠിച്ചത്. 2 ക്രോസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വന്നു കാണുമെന്ന് ഞാൻ കരുതുന്നു. ക്രോസ് എയും ഉണ്ടായിരുന്നു, ക്രോസ് ബിയും ഉണ്ടായിരുന്നു. അത് ചിത്രങ്ങളുടെ സഹായത്താൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കട്ടെ. പുതിയ ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസസ്.